ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ഫ്രാഗ്രന്റ് ഫ്ലവർ ബ്ലൂംസ് വിത്ത് ഡിഗ്നിറ്റിയുടെ 7ാമത്തെ എപ്പിസോഡാണ്. ഇനി തൊട്ട് ഈ ആനിമയുടെ എപ്പിസോഡ്സ് ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ ഗോയിങ് സീരീസ് ആണല്ലോ. അപ്പോൾ ഈ സൺഡേ ആയിരിക്കും ഈ ആനിമയുടെ 8ാമത്തെ എപ്പിസോഡ് റിലീസ് ആക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞായറാഴ്ച ആയിരിക്കും അടുത്ത എപ്പിസോഡ് ഇവരിറക്കുണ്ടാവുക. അപ്പൊ 8ാമത്തെ എപ്പിസോഡ് ഈ വരുന്ന തിങ്കളാഴ്ച ഇടാട്ടോ. അപ്പൊ നമുക്കിനി കഥയിലേക്ക് കടക്കാം. അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ റിൻഡാരോ കട്ടിലിൽ കിടന്നിട്ട് അവന്റെ ഫോണില് ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ ചാറ്റ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് റിൻഡാരോ അന്ന് സ്കൂളില് അവന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. കാരണം ആ വാട്സപ്പ് ഗ്രൂപ്പില് പ്രശ്നം നടന്നതിന് ശേഷം മെസ്സേജുകളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അവൻ അത് നോക്കി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സമയം വകൂരി മെസ്സേജ് അയക്കുവാണ്, സബാരുവിനെ കാണാൻ കഴിഞ്ഞോ നിനക്ക്? ആ, ഞാൻ കണ്ടിരുന്നു, അതിന് ഒരുപാട് നന്ദിയുണ്ട്. അതെന്തായാലും നന്നായി എന്ന് പറയാണ് വകൂരി. അപ്പൊ റിൻഡാരോ, കഫേയിൽ വെച്ച് ഞാൻ സബാരുവിനെ കണ്ട് അന്ന് സംസാരിച്ചത് നിന്നോട് മറച്ചതിന് സോറി. അതൊന്നും കുഴപ്പമില്ല, പക്ഷെ എനിക്കിപ്പോ വളരെ സന്തോഷമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പൊ എന്റെ ഫ്രണ്ട് സബാരുവിന് എന്നെയും നിന്നെയും കുറിച്ച് അറിയാലോ. അപ്പൊ റിൻഡാരോ എഴുന്നേറ്റ് അവന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ ചാറ്റ് പിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റിൻഡാരോ എന്തെങ്കിലും ഇതിനൊരു കാര്യം ചെയ്യണം എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ അടുത്ത ദിവസം ആവുകയാണ്. എല്ലാവരും സ്പോർട്സ് ഫെസ്റ്റിവലിന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അവിടെ ഉസാമി ടെൻഷനായിട്ട് എന്തോ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ആയോട്ട എന്ത്? റിൻഡാരോ തന്നെ, അവനൊന്നൊരു അന്തം ഇല്ലാണ്ടാണ് പെരുമാറുന്നത് എന്ന് ഉസാമി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ എന്താ ഈ പറയുന്നേന്ന് ചോദിക്കുമ്പോഴത്തേനും നിങ്ങൾ ആദ്യം അങ്ങോട്ട് നോക്കുന്ന് പറഞ്ഞിട്ട് റിൻഡാരോനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അവിടെ റിൻഡാരോ നിന്നിട്ട് ബോള് വരുന്നുണ്ടോ, എന്തിനാ അവിടെ ബാറ്റും പിടിച്ച് നിൽക്കുന്നേന്ന് പോലും അറിയാണ്ടാണ് റിൻഡാരോ അവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഉസാമി അവിടെ കിടന്ന് കാറുവാണ്. പഠിക്കുന്ന കാര്യത്തിലാണ് അവൻ ഷാർപ്പല്ലാതിരിക്കുന്നത്, പക്ഷെ സ്പോർട്സിന്റെ കാര്യത്തിൽ അവൻ നല്ല ഷാർപ്പുള്ള ആളാണല്ലോ. അപ്പൊ അയോട്ട ഉസാമിനെ കളിയാക്കുകയാണ്, നീയാണോ പഠിത്തത്തിന്റെയും മാർക്കിന്റെയും കാര്യത്തിനെ പറ്റി സംസാരിക്കുന്നേ? എന്നിട്ട് ഉസാമി, അവൻ ഇപ്പൊ മാത്രമല്ല, അവൻ നേരത്തെ ക്ലാസ്സിൽ വെച്ചും ഒരുമാതിരി സ്ട്രേഞ്ച് ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ നേരത്തെ ക്ലാസ്സിൽ വെച്ച് റിൻഡാരോ എന്തിനെയോ പറ്റി ആലോചിച്ച് കാട് കയറിയിട്ട് പെന്നിനെ പിടിച്ച് നോണ്ടിക്കൊണ്ടിരിപ്പുണ്ടായിരിക്കും. അത് കണ്ട് ഉസാമി, റിൻഡാരോ നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുവാണ്. അപ്പൊ റിൻഡാരോ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുവാണ്. ആ നടന്ന കാര്യം ഉസാമി അവരോട് പറഞ്ഞിട്ട്, എന്തോ കാര്യമായിട്ട് ഉണ്ടടാ അവന്. അപ്പൊ അയോട്ട, ആ എന്തോ ഉണ്ട്. അപ്പൊ ഉസാമി താഴെ അവരുടെ അടുത്ത് ഇരുന്നിട്ട്, ഈ കാര്യത്തില് എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം അവരുടെ സ്കൂളൊക്കെ അവസാനിച്ചിട്ട് റിൻഡാരോ പോകുന്ന സ്ഥലത്തേക്ക് റിൻഡാരോ അറിയാണ്ട് ഫോളോ ചെയ്ത് പോവുകയാണ് ഈ 3 പേരും. ഇനി പോകുന്ന വഴിയിലെങ്ങാനും റിൻഡാരോ നമ്മളെ കണ്ടുപിടിച്ചാ മുന്നേ നടന്നതിന് സോറി പറയാൻ വേണ്ടിയിട്ട് വന്നാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇവര് പിന്നാലെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ റിൻഡാരോ പോയി നിൽക്കുന്നത് നേരത്തെ സബാരുവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നില്ല ഒരു പാർക്ക്. ആ പാർക്കിൽ പോയി നിൽക്കുമായിരിക്കും. അപ്പൊ അവിടേക്ക് വരുന്നത് സബാരുവും വകൂരിയും ആയിരിക്കും. അത് കാണുമ്പോഴത്തേനും ഉസാമിക്ക് കിളി പോവുകയാണ്. അത് കഴിഞ്ഞ് സബാരുവും വകൂരിയും റിൻഡാരോയും കൂടെ ഒരു കഫേയിൽ ഇരിക്കുവാണ്. അപ്പൊ റിൻഡാരോ അവരോട് പറയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ കുറെ പ്രാവശ്യം വെളിയിൽ വെച്ച് കാണുന്നതിന് വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പൊ വകൂരി, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് നിന്നെ കുറെ പ്രാവശ്യം കാണുന്നതില് സന്തോഷം എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേനും അവള് സ്റ്റെക്ക് ആവുകയാണ്. പെട്ടെന്ന് സബാരു പറഞ്ഞത് ഓർമ്മ വരുവാണ് വകൂരിക്ക്. റിൻഡാരോനോട് ഇനി നിന്നെ കാണരുത് എന്ന് പറഞ്ഞപ്പോ, ഇല്ല എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുവാണ്. അപ്പൊ അവള് പറയാൻ വന്നത് മുഴുമിക്കുകയാണ്, ഇല്ല ഒന്നുമില്ല. ആ സമയം സബാരു അവളെ നോക്കിയിട്ട്, ഇവളെന്തത് ഇപ്പൊ ഇങ്ങനെ കാണിക്കാൻ കാരണം എന്ന് വിചാരിച്ച് അവളെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. അപ്പൊ അവരിയ്ക്കുന്നതിന്റെ ബാക്ക് സൈഡില് കുറച്ചു പേരുടെ വയറ് കത്തിയിട്ട് പുക മേലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അത് നമ്മുടെ ഉസാമിയുടെ പുകയായിരിക്കും. നോക്ക്, അവൻ പൂവൻകോഴീനെ പോലെ അപ്പുറത്തും ഇപ്പുറത്തും 2 പെമ്പിള്ളേരെ വെച്ചിരിക്കുന്നേ. ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അയോട്ട അവിടെ ഇരുന്ന് ചുമ്മാ കഴിക്കാൻ വന്നതുപോലെ, എന്താ ഞാനിപ്പോ ഓർഡർ ചെയ്യാ? അപ്പൊ നട്ട്സും അവിടെ ഇരുന്നിട്ട്, നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കേ. അപ്പൊ ഉസാമി, എനിക്കിത് കണ്ടിട്ട് സഹിക്കണില്ലടാ, എടാ നിന്റെ വോയിസ് ഒന്ന് കുറയ്ക്ക്, അല്ലെന്നുണ്ടെങ്കിൽ അവര് നമ്മളെ കാണും എന്ന് നട്ട്സുവ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പൊ അയോട്ട, ഉസാമി, ഇതാ നിന്റെ ഫേവറേറ്റ് ഐറ്റം. അതെയോ എന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് പോവുകയാണ്. അപ്പൊ നട്ട്സുവ, ഈ ഭ്രാന്തന്മാരെ കൊണ്ട് ഞാൻ തോറ്റ്. നട്ട്സുവ അവിടെ ഇരുന്നിട്ട്, റിൻഡാരോന്റെ ഒപ്പം 2 കിക്കിയോ ഗേൾസ് ഉണ്ട്, അതിൽ ഒരാള് വകൂരി. പക്ഷേ ആ സിൽവർ മുടിയുള്ള പെൺകുട്ടിയുടെ
അവന്റെ പേര് സബാരു എന്തോ ആണ്. അവക്ക് ചിഡോരി സ്കൂളിന് ഇഷ്ടമല്ല. പിന്നെ അവൾ എങ്ങനെ ഇവിടെ വന്നു? അപ്പൊ പെട്ടെന്ന് സബാരു, റിൻഡാരോ നിനക്കെന്തോ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താ അത്? അത് നിങ്ങൾക്ക് അന്ന് എന്റെ ഒപ്പം ലൈബ്രറിയിൽ വെച്ച് കണ്ടില്ലേ, ചിഡോരിയിൽ പഠിക്കുന്ന കുറച്ച് പേര്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പൊ വഗൂരി, ആ അത് നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേ? അതെ, എനിക്ക് അവരോട് നിങ്ങളെ രണ്ടുപേരെ കുറിച്ചും നമ്മളെ കുറിച്ചും അവരോട് പറയണം എന്ന് റിൻഡാരോ പറയാണ്. അപ്പൊ സബാരു എന്തിനെന്ന് ചോദിക്കുവാണ്. എനിക്ക് അവരോടൊന്നും മറച്ചു വെക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയോ, എന്റെ അപ്പിയറൻസ് കാരണം എല്ലാരും എന്നെ വെറുത്ത് ഒതുങ്ങി നിൽക്കാറാണ് പതിവ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോ എനിക്കാരും കൂട്ടുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ ഞാൻ കിക്കിയോല് ചേർന്നതിന് ശേഷം ആ 3 പേരും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം അവരെ കണ്ടപ്പോ അവരെന്ത് വിയേർഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ഞാൻ ചിന്തിച്ചത്. പക്ഷെ എനിക്കിപ്പോ അവരെ എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പോലും എനിക്കിപ്പോ സാധിക്കില്ല. ഞാൻ ആദ്യമായിട്ട് എന്റേതെന്ന് കരുതിയ ആൾക്കാരാണ് അവര്. എനിക്ക് നിങ്ങളോട് വളരെയധികം റെസ്പെക്ട് ഉണ്ട്. കാരണം നിങ്ങൾ തമ്മില് ഒരുപാട് സ്നേഹവും പരസ്പര വിശ്വാസവും വെച്ച് പുലർത്തുന്ന ആൾക്കാരാണ്. നിങ്ങളെ പോലെ തന്നെ ഞാനും അവരോട് അങ്ങനെ തന്നെ ആയിരിക്കണം. വഗൂരി, എന്നെ എക്സാമിൽ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എനിക്കത് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് എനിക്ക് തോന്നിയത്. ഞാൻ അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ എനിക്ക് അവരെയും വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം നിങ്ങൾ എനിക്ക് വേണ്ടി റിസ്ക് എടുക്കുകയാണെന്ന്. എന്നോട് ക്ഷമിക്കണം. ഞാൻ വളരെ സെൽഫിഷ് ആയിട്ടാണ് നിങ്ങളോട് ഇത് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ മുൻപിൽ തല കുമ്പിട്ട് നിൽക്കുവാണ് റിൻഡാരോ. അപ്പൊ വഗൂരി, നീ പറഞ്ഞോ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. സബാരു, നിനക്ക് ഓക്കെ അല്ലേ? അപ്പൊ സബാരു, കരൂക്കയ്ക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതുമല്ലാണ്ട് നീ ഞങ്ങളോട് ഇത്രയും നേരം ചോദിച്ചില്ലേ, നിന്റെ സിൻസിയാരിറ്റി എന്നെ അതിശയപ്പെടുത്തുന്നുണ്ട്. റിൻഡാരോ, എനിക്കും സബാരുവിനും കുഴപ്പമൊന്നുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ നിന്റെ ഫ്രണ്ട്സ് നിനക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ? അപ്പൊ ഞങ്ങൾ അവരെയും വിശ്വസിക്കുന്നു. ഇനി എന്തേലും ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളും അവരുടെ ഒപ്പം ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കാം. എന്താ ശരിയല്ലേ സബാരു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സബാരു അത് കേട്ടൊന്ന് ഞെട്ടും. അപ്പൊ റിൻഡാരോയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ഇവരുടെ സംസാരമൊക്കെ കേട്ടിരിക്കുന്ന റിൻഡാരോന്റെ ഫ്രണ്ട്സിനും വളരെയധികം സന്തോഷവും സങ്കടവും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രിയാവും. സബാരുവും വഗൂരിയും റിൻഡാരോയും കൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ റിൻഡാരോ, എന്നോട് ക്ഷമിക്കണം, ഒരുപാട് ലേറ്റ് ആയി. ഞാൻ നിങ്ങളുടെ ഒപ്പം റെയിൽവേ സ്റ്റേഷൻ വരെ വരാം. അപ്പൊ വഗൂരി, അതൊന്നും കുഴപ്പമില്ല. സബാരു എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് വരുവാണ്. പെട്ടെന്ന് റിൻഡാരോന്റെ അടുത്ത്, നീ ഞങ്ങളെ കുറിച്ച് നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുമ്പോ അന്ന് ലൈബ്രറിയിൽ വെച്ച് നടന്നതിന് ഞാൻ അവരോട് ക്ഷമ ചോദിച്ചു എന്ന് പറഞ്ഞേക്കണേ. നീ എനിക്ക് വേണ്ടി അത് ചെയ്യുമല്ലോ. ഞാൻ എന്തായാലും പറയാന്ന് പറയാണ് റിൻഡാരോ. പെട്ടെന്ന് അവിടേക്ക് കുറച്ച് ചെറുക്കന്മാര് വരുവാണ്. അവസാനം ഞാൻ നിന്നെ കണ്ടു. ചിഡോരി യൂണിഫോം, ചെമ്പിച്ച മുടി, നീളമുള്ള മനുഷ്യൻ. റിൻഡാരോ, ഒരു സെക്കൻഡ്. നിങ്ങളെ കണ്ടതിൽ വളരെയധികം സന്തോഷം. എന്റെ ജൂനിയേഴ്സ് നിന്റെ അടുത്ത് മോശമായി പെരുമാറിയതിന് ഞാൻ നിന്നോട് സോറി ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ റിൻഡാരോ, ആരാ നിങ്ങള്? അതേസമയം വഗൂരി റിൻഡാരോനെ പിടിച്ചിട്ട് അങ്ങോട്ട് നോക്കുന്ന് പറഞ്ഞ് മരത്തിന്റെ പുറകിൽ ഒളിച്ചു നിൽക്കുന്ന ആൾക്കാരെ കാണിച്ചു കൊടുക്കുവാണ്. അത് വേറെ ആരും ആയിരിക്കണ്ടാവില്ല, നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡില് വഗൂരിന്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരായിരിക്കും. അവര് റിൻഡാരോനെ കണ്ട് പേടിച്ചോടിപ്പോയിട്ട് സീനിയേഴ്സിന്റെ കാലും പിടിച്ച് കരഞ്ഞ് റിൻഡാരോനോട് പകരം ചോദിക്കാൻ വേണ്ടി കൂട്ടിയിട്ട് വന്നിരിക്കുന്നതായിരിക്കും. അപ്പൊ റിൻഡാരോ, അവര് ഒരുപാട് ട്രബിൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ കുഴപ്പമില്ല. പെട്ടെന്ന് അവരെ പുറകില് രണ്ടുപേര് വന്ന് നിൽക്കുവാണ്. റിൻഡാരോ, നീ ഓടാനൊന്നും നോക്കണ്ട. ഞാൻ കേട്ടത് ഞങ്ങള് ട്രബിൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ നീ അവരെ അടിച്ച് ഓട്ടിച്ചു വിട്ടില്ലേ? എന്താ ശരിയല്ലേ? നിന്നെ കണ്ടാലറിയാം നീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെന്ന്. പെട്ടെന്ന് വഗൂരി, അവനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല, അവൻ അങ്ങനെ ചെയ്യുന്ന ആളുമല്ല. അപ്പൊ ആ സീനിയർ ചെറുക്കൻ, നീ അവന്റെ ഒപ്പം തന്നെ കൂടുവാണോ? നല്ല പെൺകുട്ടി. അപ്പൊ അതില് വേറൊരുത്തൻ, നീ ആ യൂണിഫോം ശ്രദ്ധിച്ചോ? അത് കിക്കിയോ യൂണിഫോം ആണ്. അപ്പൊ വേറൊരുത്തൻ, അത് പണക്കാരുടെ സ്കൂളല്ലേ, നിന്നെ കാണാൻ ഒരുപാട് ക്യൂട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ വരുവാണ്. അപ്പൊ റിൻഡാരോ അവരുടെ ഇടയിൽ കയറിയിട്ട്, നിങ്ങളുടെ ബിസിനസ് എന്റെ അടുത്താണ്. ഇനി നിങ്ങൾക്ക് എന്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഞാനിവരെ വീട്ടിൽ വിട്ടിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം, ഇഷ്ടം പോലെ. അപ്പൊ ആ സീനിയർ ചെറുക്കൻ, അതില് തമാശയില്ലല്ലോ, സംസാരിക്കുന്നതിന്റെ ഇടയിൽ പെൺകുട്ടികൾ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ഫണ്ണ്. അതേസമയം അവരുടെ ബാക്ക് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു ചെറുക്കൻ വന്നിട്ട് സബാരുവിന്റെ മുടി പിടിച്ച്, എന്ത് സിൽവർ മുടിയോ, ഇത് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ളതാണോ എന്നിങ്ങനെ പറയുമ്പത്തേനും റിൻഡാരോ പെട്ടെന്ന് തിരിയും. സബാരു പേടിക്കുകയാണ്. പെട്ടെന്ന് അവന്റെ കൈ പിടിച്ച് അമർത്തി വലിക്കുവാണ്. ഉസാമി, അവളെ തൊടരുത്. അവനെ കണ്ട് ഷോക്ക് ആവുകയാണ് റിൻഡാരോ. ഉസാമി. അപ്പൊ ഉസാമി, ഹായ് റിൻഡാരോ എന്ന് പറയുമ്പത്തേനും, റിൻഡാരോ നീ എന്താടാ ഇവിടെ? അപ്പൊ നോക്കുമ്പോ ഉസാമി മാത്രാവില്ല, അയോട്ടെ നട്സുവ ഉണ്ടാവും അവിടെ. എന്നിട്ട് നട്സുവ, ആദ്യം നീ ഇവരെ സേഫായ സ്ഥലത്ത് എത്തിക്ക്. അപ്പൊ റിൻഡാരോ, പക്ഷേ എന്ന് പറയുമ്പത്തേനും ഉസാമി, ഇത് ഞങ്ങള് നോക്കിക്കോളാം. അങ്ങനെ റിൻഡാരോ വഗൂരിനെയും സബാരുവിനെയും വിളിച്ചിട്ട് പോവാന്ന് പറയുവാണ്. അങ്ങനെ അവര് നടന്നു പോകുമ്പത്തേനും റിൻഡാരോ, ഉസാമി, അയോട്ട, നട്സുവ,
ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ആ സീനിയർ ചെറുക്കൻ, ഓ എന്താ ഇവിടെ നടക്കുന്നത് എന്നവൻ അങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുമ്പത്തേനും നട്സും അതൊന്നും വകവയ്ക്കാണ്ട് ആ മരത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നവരടുത്തേക്ക് പോവാണ്. നിങ്ങൾ അന്ന് റിൻഡാരോനെ അന്വേഷിച്ചു വന്ന ആൾക്കാരല്ലേ? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് മുമ്പിൽ വിട്ടിട്ട് നിങ്ങൾ ബീരുക്കളെ പോലെ ഇവിടെ ഒളിഞ്ഞിരിക്കുവാണോ? അപ്പൊ അതിലൊരു ചെറുക്കൻ ദേഷ്യപ്പെട്ടിട്ട്, ഡാ നീ എന്താ പറഞ്ഞേ? എന്നിട്ട് നട്സ് ചിരിച്ചിട്ട്, ഓ നിനക്ക് എന്നെ കഴിഞ്ഞ പ്രായമല്ലേ, പക്ഷെ നിങ്ങളെ കണ്ട അങ്ങനെയൊന്നും തോന്നിക്കു പോലും ഇല്ല, നിങ്ങളെ കണ്ട വല്ല പാവങ്ങളെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ. അപ്പൊ അതിലൊരു ചെറുക്കൻ കിടന്ന് കാറുമ്പത്തേനും അടുത്തിരിക്കുന്നവൻ, നിക്ക്, നിങ്ങളുടെ ഫ്രണ്ട് റിൻഡാരോയ്ക്ക് മുറിവ് സംഭവിച്ചത് ഓക്കെ ആയിരുന്നോ? അപ്പൊ ആ 3 പേര് ഷോക്കാവുകയാണ്. നിങ്ങൾക്ക് അറിയോ അത് ആരാ ചെയ്തതെന്ന്? പെട്ടെന്ന് നട്സുവ പഴയ കാര്യങ്ങൾ ഓർക്കുവാണ്. റിൻഡാരോന്റെ തലയിലുള്ള മുറിവ് കണ്ടിട്ട് എന്ത് പറ്റിന്ന് ചോദിച്ചപ്പോ റിൻഡാരോ ഒന്നുമില്ലാന്ന് പറഞ്ഞത്. അതവൻ ഞങ്ങളുടെ അടുത്തുനിന്ന് ഒരു പെൺകുട്ടീനെ കൂളായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയതാണ്. അവന്റെ മുഖം മുഴുവൻ ബ്ലഡ് ആയിരുന്നു അന്ന്. അപ്പൊ അവനായിരുന്നു അന്ന് പാവം പോലെ ഉണ്ടായിരുന്നത്. ആ സമയം അയോട്ട അവന്റെ ബാഗ് താഴെ ഇറക്കി വെച്ചിട്ട്, ഓ ആ ഇഞ്ചുറിക്ക് കാരണം നിങ്ങളായിരുന്നോ? അപ്പൊ ആ സീനിയർ ചെറുക്കൻ, നിങ്ങൾ ചുമ്മാ സംസാരിച്ച് സമയം കളയാണ്ട് ആക്ഷനിലേക്ക് ഇറങ്ങുന്ന് പറയുവാണ്. അങ്ങനെ അയോട്ടേനെ അവർ രണ്ടുപേരും കൂടെ അടിക്കാൻ അങ്ങനെ വരുവാണ്. പെട്ടെന്ന് അടുത്ത സീൻ കാണിക്കുന്നത് റിൻഡാരോ വഗൂരിനെ സബാരുവിനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവരോട് സോറി ചോദിക്കുവാണ് റിൻഡാരോ. അപ്പൊ വഗൂരി, നീ എന്തിനാ ഞങ്ങളുടെ അടുത്ത് സോറി ചോദിക്കുന്നേ? ആദ്യം നീ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഓക്കെ ആണോന്ന് വിളിച്ചു ചോദിച്ചു നോക്ക്. അപ്പൊ റിൻഡാരോ, അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എനിക്ക് അവിടെ ബാക്കിയുള്ളവരുടെ കാര്യം ആലോചിച്ചാലേ പാവായിട്ട് തോന്നുന്നേ. അതേസമയം അയോട്ട റിൻഡാരോയ്ക്ക് കോൾ ചെയ്യാണ്. റിൻഡാരോ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങളൊക്കെ ഓക്കെ അല്ലേ? അപ്പൊ റിൻഡാരോ, ആ ഇവിടെ കുഴപ്പമൊന്നുമില്ല, അവിടെ നിങ്ങൾ സേഫ് ആണോ? ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ പ്രോബ്ലം ഒക്കെ തീർന്നു, ഞാൻ ഇവരെ വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പൊ തന്നെ വരാന്ന് പറയുവാണ് റിൻഡാരോ. അപ്പൊ അയോട്ട, അതൊന്നും കുഴപ്പമില്ല, ഞങ്ങള് വീട്ടിലോട്ട് പോവുകയാണ്, നമുക്ക് നാളെ സ്പോർട് ഫെസ്റ്റിവലിൽ വെച്ച് കാണാം, ബായ് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് അയോട്ട. അവരെല്ലാവരും ഓക്കെയാണ്, അവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് റിൻഡാരോ വഗൂരിന്റെ അടുത്ത് പറയുവാണ്. അവിടെ വന്ന സീനിയേഴ്സിനെ എല്ലാവരെയും അടിച്ച് പരിപ്പിളക്കി ഇട്ടിട്ടുണ്ടാവും നമ്മുടെ അയോട്ട. അപ്പൊ നട്സുവ, ഡാ നീ വളരെ സ്ട്രോങ് ആണല്ലോ, നിനക്ക് ഫൈറ്റിംഗ് ഇഷ്ടമല്ലല്ലോ. അപ്പൊ അയോട്ട, ഞാൻ സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണ്, പക്ഷെ എന്റെ ഫ്രണ്ട്സിന് എന്തെങ്കിലും സംഭവിച്ചാ ആ കഥ അവിടെ മാറും. അയോട്ട എന്നിട്ട് ആ സീനിയറിന്റെ അടുത്ത് പോയിട്ട്, നിങ്ങളെല്ലാവരും അടിച്ചതില് എനിക്ക് വിഷമമുണ്ട്, പക്ഷെ നീ ഇന്നും സൂക്ഷിക്കണം, റിൻഡാരോ ഒരിക്കലും ഭീരു അല്ല, അവൻ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂളസ്റ്റ് ഗായാണ്, നീ ഇതെപ്പോഴും മനസ്സിൽ ഓർമ്മിച്ചോ, എന്നിട്ട് സൂക്ഷിച്ച് വീട്ടിലോട്ട് പോയിക്കോ, ഇവിടെ നടന്നതൊക്കെ നീ മറന്നേക്ക് എന്ന് പറഞ്ഞിട്ട് അയോട്ട എഴുന്നേറ്റ്, ആ എല്ലാം കഴിഞ്ഞു, ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. അങ്ങനെ അവര് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഊസാമി, എനിക്ക് നാളത്തെ സ്പോർട്സ് ഫെസ്റ്റിവലിന് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പൊ അയോട്ട നട്സുവേന്റെ അടുത്ത്, നാളെ നീ അതിനു മുമ്പ് റിൻഡാരോന്റെ അടുത്ത് സംസാരിക്കണേ. അപ്പൊ അവൻ, ആ നോക്കാം എന്ന് പറയുമ്പോഴത്തേനും ബാക്കി രണ്ടുപേരും ദേഷ്യപ്പെടുകയാണ്, മര്യാദയ്ക്ക് സംസാരിച്ചോ. അങ്ങനെ അടുത്ത ദിവസം ആവുകയാണ്, അവിടെ സ്പോർട്സ് ഫെസ്റ്റിവൽ നടക്കുവാണ്. അങ്ങനെ ഗ്രൗണ്ടില് റിൻഡാരോ നിൽക്കുവാണ്. റിൻഡാരോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ആർപ്പ് വിളി നടത്തുവാണ്. അവിടെ പെട്ടെന്ന് റിൻഡാരോ ആ ബോൾ മിസ്സാക്കും. അപ്പൊ അവിടെ കിടന്ന് കാറുവാണ് ബാക്കിയുള്ളവര്, എങ്ങനെയും ഒന്ന് കളിക്കടാ, അല്ലെങ്കിൽ മാച്ച് കയ്യിന്ന് പോകും. അങ്ങനെ പെട്ടെന്ന് റിൻഡാരോയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് നിൽക്കുവാണ് അവൻ അവിടെ. എന്നിട്ട് റിൻഡാരോ പൈപ്പിന്റെ ചോട്ടിൽ വന്നിട്ട് മുഖമൊക്കെ കഴുകിയിട്ട്, ഓ എന്നെ കൊണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല, എനിക്ക് ആദ്യം അവരോട് സംസാരിക്കണം. ആ സമയം തന്നെ അവിടെ ആ 3 പേരും എത്തുവാണ്. റിൻഡാരോ, നീ എല്ലാ ബോളും വിട്ടൂലേ? അപ്പൊ ഊസാമി, നീ ആദ്യം എനിക്ക് താങ്ക്സ് പറ എന്റെ ബ്രില്യന്റ് പിച്ചിങ്ങിന്, ഇനി 2 മാച്ചും കൂടെ ജയിച്ചാ നമുക്ക് ഐസ്ക്രീം തിന്നാടാ, ഐസ്ക്രീം. അപ്പൊ റിൻഡാരോ, ഇന്നലെ നടന്നതിന് ഒരുപാട് താങ്ക്സ്, നിങ്ങൾ ഇന്നലെ എന്നെ രക്ഷിച്ചു, അതൊന്നും കുഴപ്പമില്ല, കിക്കിയോ ഗേൾസ് ഒക്കെ സേഫ് ആയിട്ട് തന്നെ വീട്ടിലെത്തിയല്ലോ അല്ലേ? ആ അവര് സേഫ് ആയിട്ട് തന്നെ വീട്ടിലെത്തി എന്ന് റിൻഡാരോ പറയാണ്. നിങ്ങൾ 3 പേരും ഓക്കെ ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, നന്നായി ഞങ്ങൾ നിന്നെ ഫോളോ ചെയ്തത്. പെട്ടെന്ന് ഉസാമിയുടെ പറച്ചിൽ കേട്ടിട്ട് ഷോക്ക് ആവുകയാണ് അയോട്ടയും നട്സുവയും. എന്ത് ഫോളോ ചെയ്തെന്നോ? ഓ അതുകൊണ്ടാണ് ആ പെർഫെക്റ്റ് സമയത്ത് നിങ്ങൾ അവിടെ എത്തിയത്. നിക്ക്, നിങ്ങൾ എന്നോട് ആ ഫാമിലി റെസ്റ്റോറന്റിൽ സംസാരിച്ചത് മാത്രം കേട്ടു എന്ന് എന്നോട് പറയല്ലേ എന്ന് റിൻഡാരോ പറയാണ്. അപ്പൊ ഊസാമി അയോട്ടനും പിടിച്ചിട്ട്, എനിക്കും അയോട്ടയ്ക്കും ഒരു സ്ഥലം വരെ പോവാണ്ട്, ഞങ്ങൾ പോവുകയാണേ, നട്സുവാ നീ നിന്റെ സോറി പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവാണ്, ഉസാമിയും അയോട്ടയും. എന്നിട്ട് നട്സുവ, റിൻഡാരോ എന്നോട് ക്ഷമിക്കണം, ഇന്നലെ നിന്നെ ഫോളോ ചെയ്ത് വന്നതിനും നിങ്ങൾ റെസ്റ്റോറന്റിൽ സംസാരിക്കുന്നത് ഒളിച്ചിരുന്ന് ഞങ്ങൾ കേട്ടതിനും. അന്ന് ആ സംഭവം നടക്കുമ്പോ നിനക്ക് എന്താണ് മനസ്സിൽ തോന്നിയത്? നീ എന്തിനാ അത്രയും
ഹാർഷായിട്ട് ഞങ്ങളോട് പെരുമാറിയതെന്ന് എനിക്ക് അറിയില്ല. എന്നോട് ക്ഷമിക്ക്. അപ്പൊ റിൻഡാരോ, ഇല്ല, ഞാനാണ് സോറി ചോദിക്കേണ്ടത്, എന്നോട് ക്ഷമിക്ക്. അതിന് നീ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, എന്നോട് ക്ഷമിക്കുന്ന നട്സുവ പറയുവാണ്. ഇല്ല ഞാനാ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങനെ അടി ഉണ്ടാക്കുവാണ്. അപ്പൊ നട്സുവ പെട്ടെന്ന്, നീ എപ്പോഴും നിന്നെ തന്നെ കുറ്റപ്പെടുത്തും, ഞങ്ങള് വിഷമിക്കരുതെന്ന് വിചാരിച്ചിട്ട്. പെട്ടെന്ന് നട്സുവ വഗൂരി പറഞ്ഞത് ഓർക്കുവാണ്. എനിക്ക് നിന്നെ വിശ്വാസമാണ് റിൻഡാരോ, അവള് പറഞ്ഞതുപോലെ എന്ന് വിചാരിച്ച് റിൻഡാരോന്റെ അടുത്ത് പറയാണ്, ഇത് കേക്ക്, ഞാൻ ഇനി ഇത് ഒരിക്കലും പറഞ്ഞൊന്നും വരില്ല, ഞാൻ ഇനി ഇത് ഒരിക്കലും പറയില്ല, ഒരിക്കലും. റിൻഡാരോ, എനിക്ക് വളരെയധികം സന്തോഷമായി ഇന്നലെ നീ പറയുന്ന കേട്ടിട്ട്. എനിക്ക് ആളുകളോട് പെട്ടെന്ന് അടുക്കാൻ പ്രയാസമാണ്, പക്ഷെ ഞാൻ പറയുന്നത് കേക്ക്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അയോട്ട, ഉസാമി, നിന്നെ എന്റെ ഉൾമനസ്സുകൊണ്ട് ഞാൻ നിങ്ങളെയൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പെട്ടെന്ന് നട്സു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ്, റെസ്റ്റോറന്റിൽ വെച്ചിട്ട് റിൻഡാരോ സബാരുവിന്റെ അടുത്തും വഗൂരിന്റെ അടുത്തും പറഞ്ഞത് നിങ്ങൾ തമ്മില് ഒരുപാട് സ്നേഹവും വിശ്വാസവും തമ്മിൽ കാണിക്കുന്നുണ്ട്. എനിക്കും അതേപോലെ എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ ആ സ്നേഹവും വിശ്വാസവും കാണിക്കണം. ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് നട്സുവ പറയുവാണ്. അത് കേൾക്കുമ്പോഴത്തേനും റിൻഡാരോയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. റിൻഡാരോയ്ക്ക് സന്തോഷ കണ്ണീര് വന്നിട്ട് അവൻ അവിടെ ഇരിക്കുവാണ്. അങ്ങനെ ഉസാമി ആയോട്ടയും കൂടെ അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിട്ട് തിരിച്ചു നടന്നുകൊണ്ടിരിക്കുവാണ്. അവര് ഓക്കെ ആയിട്ടുണ്ടാവോ? അവർക്ക് രണ്ടുപേർക്കും അത്ര നന്നായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല. അതൊന്നും കുഴപ്പമുണ്ടാവില്ല, നീയല്ലേ നട്സുവേനെ ഇങ്ങനെ സംസാരിക്കാൻ തള്ളിവിട്ടത് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഒളിഞ്ഞു നോക്കുവാണ്. അപ്പൊ അവർ രണ്ടുപേരും സമാധാനമായിട്ട് അവിടെ നിൽക്കുന്ന കാണുമ്പോ ഇവർക്ക് രണ്ടുപേർക്കും സന്തോഷാവും. അപ്പൊ നട്സുവ, ഡാ നിന്റെ കണ്ണീന്ന് കണ്ണുനീര് വരുന്നുണ്ടോ? അപ്പൊ റിൻഡാരോ, ഞാൻ കരയൊന്നുമല്ല, ഒന്നും മിണ്ടാണ്ട് പോവോ? അതൊക്കെ കഴിഞ്ഞ് ഫൈനൽ മാച്ച് നടക്കുവാണ്. എല്ലാവരും ഗ്രൗണ്ടിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. റിൻഡാരോ ബാറ്റും പിടിച്ച് നിപ്പുണ്ട്. അപ്പൊ നോക്കുമ്പോ റിൻഡാരോ വളരെ കാമായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പൊ അവിടെ നിൽക്കുന്ന ആൾക്കാര്, അവൻ എത്ര കൂളായിട്ടാ നിൽക്കുന്നേ, അവന് ശരിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ എല്ലാവരും റിൻഡാരോനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ബോൾ അവന്റെ നേരെ വരും. റിൻഡാരോ ഒരൊറ്റ ഷോട്ട് അടിക്കുവാണ്. ബോൾ മാനത്തേക്ക് പറന്നു പോവും. എല്ലാരും അത് നോക്കി നിൽക്കുവാണ്. റിൻഡാരോ എന്നിട്ട് ആകാശം നോക്കിയിട്ട് ഓടുവാണ്. ഇന്ന് നല്ലൊരു ദിവസമാണ് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങനെ അവനെ ഓടി ഫിനിഷ് പോയിന്റിൽ കാല് പതിക്കുവാണ്. ആ സമയം എല്ലാരും വന്ന് റിൻഡാരോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുവാണ് അവനെ. അങ്ങനെ ഉസാമിക്കും അയോട്ടയ്ക്കും ഒക്കെ വളരെയധികം സന്തോഷം. നമ്മള് ജയിച്ചടാ, നമ്മള് ജയിച്ചു. അപ്പൊ ഉസാമി അവിടെ ഇരുന്നിട്ട് നമുക്കിനി ഐസ്ക്രീം കഴിക്കാടാ ഒരുമിച്ച്. അങ്ങനെ റിൻഡാരോയ്ക്ക് സന്തോഷം, എല്ലാവർക്കും വളരെ അധികം സന്തോഷം. അത് കഴിഞ്ഞിട്ട് ഒരു ചെറുക്കൻ ക്യാമറ പിടിച്ചിട്ട് ഓടുവാണ് ക്ലാസ് സാറിന്റെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സാറ്, ക്യാമറമാൻ, നല്ലത് ഏതെങ്കിലും കിട്ടിയോ? അപ്പൊ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അത് റിൻഡാരോയും ഉസാമിയും നട്സുവയും അയോട്ടയും കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരിക്കും. അപ്പൊ സാറ്, ചെറുപ്രായം എന്ത് രസകരമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.